നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു, അഥവാ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താണ് പ്രവാചകൻ്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സമഇ നൂറാ വജഅൽ ഫീ ബസരി നൂറാ വജഅൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. ഇത് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളതാണ്. ചില പദപ്രയോഗങ്ങളിലുള്ള വ്യത്യാസത്തോടുകൂടി വേറെയും മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, അല്ലാഹുവേ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വെളിച്ചം നൽകണമേ. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശത്തെ രണ്ട് നിലക്ക് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും അത് കാണാം. പ്രകാശം എന്നത് അറിവാണ്. നൂർ പ്രകാശം അറിവാണ്. അറിവ് ജഹാലത്തിനെ ഇല്ലാതെയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇരുട്ടിനെ പ്രകാശം ഇല്ലാതെയാക്കുന്നത് പോലെ അറിവ് ജഹാലത്തിനെ ഇല്ലാതെയാക്കും. രണ്ടും വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ അറിവിന് നൂറ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് നൂറ് ഇട്ടു തരണം എന്ന് പറയുന്നത് എല്ലാത്തരം ജഹാലത്തുകളെയും ഇല്ലാതെയാക്കി എൻ്റെ മനസ്സിൽ നീ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ. ആ ഇൽമിലൂടെ മനസ്സിന്, ആത്മാവിന് പ്രകാശമുണ്ടാകുന്നു. അതേപോലെ തന്നെ ഖൽബിൽ ശരിയായ വഴി ഏതാണ് എന്ന് അള്ളാഹു കാണിച്ചു നൽകുന്നു. അങ്ങനെ ഹിദായത്തിൻ്റെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ ഇരുട്ടിൽ വെളിച്ചം ലഭിച്ചവൻ പ്രയാസമില്ലാതെ സഞ്ചരിക്കുന്നത് പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടങ്ങുന്ന എല്ലാ ഇരുട്ടുകളുമുള്ള ഒരു ലോകത്ത് പ്രകാശത്തിലൂടെ നടക്കാൻ, ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കാൻ, തെളിഞ്ഞ അറിവിൻ്റെ മാർഗത്തിൽ നടക്കാൻ നീ സഹായിക്കണമേ എന്നതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് പ്രകാശം നൽകണം. വഫീ ലിസാനി നൂറാ, എൻ്റെ നാവിലും നീ എനിക്ക് പ്രകാശം നൽകണം എന്ന് പറഞ്ഞാൽ ഇദാ തകല്ലമ ബിൽ ഇൽം, ഒരു കാര്യം പറയുകയാണെങ്കിൽ അറിവിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് പറയണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോവരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പം നാവിലുള്ള നൂറ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുമാണ്. അതിലേറ്റവും പ്രധാനം സംസാരിക്കുമ്പോൾ അറിവോടുകൂടി സംസാരിക്കുന്നൊരവസ്ഥ നീ എനിക്കുണ്ടാക്കി തരണം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള സംസാരം, അതും നാവിൽ നൂറിനെ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അതും കൂടിയാണ്. കാരണം ഖുർആൻ നൂറാണ്, പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നൂറാണ്, പ്രകാശമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ പ്രമാണബദ്ധിതമായി സംസാരിക്കാൻ, വെറുതെ സംസാരിക്കുകയല്ല, പ്രമാണത്തിൻ്റെ പിൻബലത്തോടുകൂടി സംസാരിക്കുന്ന ഒരവസ്ഥ, അതാണ് നൂറ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം. രണ്ടാമത്തത്, സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുന്ന, ഗീബത്തോ നമീമത്തോ ഇസ്ലാം ഹറാമാക്കിയതോ ആയ കാര്യങ്ങൾ പറയാത്ത ഒരവസ്ഥ എൻ്റെ നാവിന് നീ ഇട്ടു തരണം. അതോടൊപ്പം നാവ് കൊണ്ട് ഹറാമായത് രുചിക്കാനോ ഭുജിക്കാനോ ഉള്ള ഒരവസരവും ഉണ്ടാവരുതേ എന്നതുകൂടി അതിൻ്റെ വിശാലമായ അർത്ഥതലത്തിൽ വരുന്നതാണ്. വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സമഇ നൂറാ, എൻ്റെ കാതിൽ നീ എനിക്ക് പ്രകാശം നൽകണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അഥവാ ഖുർആനും ഹദീസും കേൾക്കാൻ, ദീന് കേൾക്കാൻ, അല്ലെങ്കിൽ ഹലാലായത് കേൾക്കാനുള്ള തൗഫീഖ് എൻ്റെ കാതുകൾക്ക് നൽകണം. അതേ സന്ദർഭത്തിൽ ഹറാമായത് കേൾക്കാൻ, ഇസ്ലാം അനുവദിക്കാത്തത് കേൾക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവരുതേ റബ്ബേ. അതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു മനസ്ഥിതി എനിക്കുണ്ടാവരുതേ. എൻ്റെ കാതുകൊണ്ട് കേൾക്കുന്നതൊക്കെ പ്രകാശമായിരിക്കണം, നന്മയായിരിക്കണം, അറിവായിരിക്കണം. അതോടൊപ്പം
ഇൽമിൻ്റെ മജ്ലിസുകളിലേക്ക്, അറിവിൻ്റെ മജ്ലിസുകളിലേക്ക് ഇൽമ് കേൾക്കാനുള്ള താല്പര്യം, ദീന് പഠിക്കാനുള്ള താല്പര്യം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്നതും അതിൻ്റെ വിശാലമായ അർത്ഥപരിധിയിൽ വരുന്നതാണ്. വജ്അൽ ഫീ ബസരി നൂറ, അതേപോലെ തന്നെ എൻ്റെ കണ്ണുകളിൽ നീ എനിക്ക് പ്രകാശം നൽകണം. ഹറാമായത് കാണാതിരിക്കാനും ഹലാലായത് മാത്രം കാണാനും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് വീക്ഷിക്കുവാനും പ്രമാണങ്ങളിലേക്ക് നോക്കുവാനും തെളിവുകൾ നോക്കുവാനുമെല്ലാം കണ്ണുകളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ. അതാണ് അതിൻ്റെ പ്രാർത്ഥനയുടെ വിശാല അർത്ഥപരിധിയിൽ വരുന്നത്. വജഅൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ വജഅൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ, എൻ്റെ പിറകിലും എൻ്റെ മുന്നിലും എൻ്റെ വലത്ത് സൈഡിലും എൻ്റെ ഇടത്ത് സൈഡിലും അതേപോലെ തന്നെ എൻ്റെ മേൽഭാഗത്തും എൻ്റെ താഴ്ഭാഗത്തുമൊക്കെ നീ എനിക്ക് പ്രകാശം നൽകണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരുട്ടിൽ തപ്പാത്ത ഒരവസ്ഥ. വലത്തോട്ട് നോക്കിയാലും പ്രമാണം, ഇടത്തോട്ട് നോക്കിയാലും പ്രമാണം, മുന്നിലേക്ക് നോക്കിയാലും പിറകിലേക്ക് നോക്കിയാലും ഒക്കെ എനിക്ക് നീ വെളിച്ചം നൽകണം. എവിടെയും ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതോടൊപ്പം നിൻ്റെ പ്രൊട്ടക്ഷൻ എനിക്കുണ്ടാകണം. മേൽഭാഗത്തു നിന്നോ താഴ്ഭാഗത്തു നിന്നോ ഞാൻ വഴിതെറ്റിപ്പോകരുത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് പ്രകാശം നൽകണം. അല്ലാഹുമ്മ അഅ്തിനി നൂറ, അല്ലാഹുവേ നീ എനിക്ക് പ്രകാശം നൽകണമേ. അപ്പോൾ ഇവിടെ പ്രകാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, പള്ളിയിലേക്ക് പോകുന്നത് നമസ്കരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്, നമസ്കാരം പ്രകാശമാണ്. മറ്റൊരു സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വഖ്ത് നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് മൻ ഹാഫള അലൈഹ, 5 വഖ്ത് നമസ്കാരം കൃത്യമായി ഒരാൾ കാത്തു സൂക്ഷിച്ചു പോന്നാൽ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ, അത് അയാൾക്ക് ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശമായിരിക്കും, ഒരു തെളിവായിരിക്കും, ഒരു രക്ഷയുമായിരിക്കും. വമൻ ലം യുഹാഫിള് അലൈഹ, എന്നാൽ നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്താത്ത ഒരു വ്യക്തി ലം യകുൻ ലഹു നൂറുൻ, അവനൊരു പ്രകാശവും ഉണ്ടാവുകയില്ല, വലാ ബുർഹാനുൻ, രക്ഷപ്പെടാനുള്ള ഒരു ഹുജ്ജത്തും ഉണ്ടാവുകയില്ല, വലാ നജാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾക്ക് രക്ഷപ്പെടാനും കഴിയില്ല. അപ്പം നമസ്കാരം വലിയൊരു പ്രകാശമാണ്. നമസ്കാരം ഒഴിവാക്കുന്നവന് പ്രകാശം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ, നൂറാകുന്ന സ്വലാത്തിലേക്ക് പോകുമ്പോൾ, അല്ലാഹുവേ നീ എന്നെ നമസ്കാരക്കാരനാക്കണം, അല്ല നമസ്കാരത്തിൽ മുദാവമത്തുള്ള മുഹാഫളത്തുള്ള, നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുകയും പതിവായി ചെയ്തു പോരുകയും ചെയ്യുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറ്റൊരു വേർഷൻ കൂടിയാണിത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണമേ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൂറിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. രണ്ടാമത്തത് നാം നേരത്തെ പറഞ്ഞത് നൂറ് എന്ന് പറഞ്ഞാൽ ഇൽമാണ്. പള്ളിയിൽ പോയി ഇൽമ് നേടുന്നതിനെക്കുറിച്ച് ഒട്ടനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നിങ്ങൾ പള്ളിയിലേക്ക് വരികയും ദീനിൻ്റെ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ പഠിക്കുകയും അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഒരായത്തോതിയാൽ 2 ആയത്തോതിയാൽ അവർക്ക് ഇന്ന പ്രതിഫലമുണ്ട്. മദീന പള്ളിയിലേക്ക് ഇൽമ് തേടി വരുന്നവർക്ക് ഇന്ന പ്രതിഫലമുണ്ട്. ഏതൊരു മസ്ജിദിലേക്കും അറിവ് നേടി പോകുന്നവന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. പല സന്ദർഭങ്ങളിൽ നമ്മളത് ആവർത്തിക്കുകയും ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ നൂറിന് വേണ്ടി ചോദിക്കുന്നത് ഇൽമിന് വേണ്ടിയുള്ള തേട്ടം കൂടിയാണ്. പള്ളികളിൽ ഖുതുബ നടക്കും, പള്ളികളിൽ ഇതേപോലെയുള്ള ദർസുകളുണ്ടാകും, പള്ളിയിൽ ഖുർആൻ പഠനമുണ്ടാകും. അങ്ങനെ പള്ളിയിൽ പോയി ഇൽമ് നേടുന്ന താലിബുൽ ഇൽമുകളിൽ, വിദ്യാർത്ഥികളിൽ എന്നെ നീ ഉൾപ്പെടുത്തി എൻ്റെ അജ്ഞതയെ ഇല്ലാതെയാക്കി എനിക്ക് പ്രകാശം നൽകണമേ എന്നതും അതിൽ വരുന്ന ഒരു കാര്യമാണ്.
ആത്യന്തികമായി മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ പ്രകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം കൂടിയാണ്. സൂറത്തുൻ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നൂർ, ആയത്തുൻ നൂർ എന്നറിയപ്പെടുന്ന ആ ആയത്ത്, ആകാശഭൂമികളുടെ പ്രകാശമാണ് റബ്ബ്. ആ പ്രകാശത്തിൻ്റെ ഉപമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിളക്കുമാടത്തിൽ സ്വയം കത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ എണ്ണയാൽ കത്തിക്കപ്പെടുന്ന ആ എണ്ണ പോലും സ്വയം കത്തുന്നതാണ്, അതൊരു സ്ഫടിക പാത്രത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം. എവിടെയും ഇരുട്ട് കാണുന്നില്ല, വെളിച്ചം മാത്രം. അതാണൊരു യഥാർത്ഥ സത്യവിശ്വാസി. എല്ലായിടത്തും വെളിച്ചം മാത്രം. എന്നിട്ട് അള്ളാഹു അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുമ്പോൾ ആയത്തിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ നാം വിചാരിക്കും പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്, ആകാശലോകത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ വെളിച്ചത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ അള്ളാഹു അത് മെല്ലെ മെല്ലെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഫീ ബുയൂത്തിൻ, ആ പ്രകാശം വീടുകളിലാണുള്ളത്. ഏത് വീടാണത്? അള്ളാഹുവിൻ്റെ വീടാണ്. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഉയർത്തപ്പെടാൻ, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടാനും അതേപോലെയുള്ള നന്മയുടെ മാർഗങ്ങൾ, ആ നന്മയുടെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കെട്ടിയുണ്ടാക്കാൻ അനുവാദം നൽകിയ മസ്ജിദുകളിലാണ് അവരുള്ളത്. അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു. കച്ചവടവും ബിസിനസ്സും എല്ലാം അവർക്കുണ്ട്. പക്ഷേ അതൊന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ അവരെ തടയുന്നില്ല. ഹൃദയങ്ങൾ മാറി മറഞ്ഞു പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ നമസ്കാരം പള്ളികളിൽ പോയി കൃത്യമായി നിർവഹിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ബൽ നൂറുൻ അലാ നൂർ, അവർ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പ്രകാശമാണ് ചോദിക്കുന്നത്. എൻ്റെ മുന്നിലും പിറകിലും മേലെയും താഴെയും നാവിലും കാതിലും കണ്ണിലും എൻ്റെ കൽബിലും എല്ലാം എനിക്ക് പ്രകാശം നൽകണം. അല്ലാഹുമ്മ അഅ്തിനി നൂറ, പടച്ച റബ്ബേ നീ എനിക്ക് പ്രകാശം നൽകണമേ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ. അവരുടെ മുൻഭാഗത്തുകൂടെയും പിറകുഭാഗത്തുകൂടെയും ഒക്കെ പ്രകാശം ചുറ്റി സഞ്ചരിക്കും. ഖിയാമത്ത് നാൾ ഇരുട്ടായിരിക്കും. ഖിയാമത്ത് നാൾ ഇരുട്ടാണ്. പക്ഷേ ആ ഇരുട്ടിൽ പ്രകാശമുള്ളവർ വേറെ തന്നെയാണ്. അവർക്ക് പ്രത്യേക പ്രകാശം നൽകപ്പെടും. മുനാഫിക്കുകൾക്കോ സത്യനിഷേധികൾക്കോ ആ പ്രകാശം നൽകപ്പെടുകയില്ല. സത്യവിശ്വാസികൾക്ക് മാത്രം നൽകുന്ന പ്രകാശമാണത്. ആ പ്രകാശമാണ് നമ്മൾ തേടുന്നത്. ആ പ്രകാശത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലേക്ക് ഓരോ തവണ പോകുമ്പോഴും ഈ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായി നാം നിലനിർത്തുകയും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത് ജമാഅത്തായി തന്നെ കൃത്യമായി നിർവഹിക്കുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും അതീവമായ ശ്രദ്ധ കാണിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഒരു സമ്പൂർണ്ണ പ്രകാശമായി മാറാൻ അവർക്ക് സാധിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഏതാണ് ഈ എല്ലാം? ചില ഉലമാക്കൾ പറഞ്ഞത് നേരത്തെ നമ്മൾ ഖുത്ബയിൽ സൂചിപ്പിച്ച സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞ 10 ക്വാളിറ്റിയുടെ പൂർത്തീകരണമാണ്. മുസ്ലിം, മുഅ്മിൻ, ഖാനിത്, സാദിഖ്, സാബിർ, ഖാശിഅ്, മുതസദ്ദിഖ്, സായിം, ഹാഫിളൂന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, അതേപോലെ തന്നെ ദാക്കിർ, ഹാഫിളുൽ ഫുറൂജ്, ദാക്കിറുല്ലാ. ഈ 10 ക്വാളിറ്റി ഒരാളിൽ ഒത്തുചേർന്നാൽ ആ വ്യക്തി സമ്പൂർണനായ നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായ ഒരു വ്യക്തിയായി മാറും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരാൾ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ
സ്വഹീഹായ പല ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ജംഅ് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹ്. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ല, വലത് കാല് വെച്ച് കയറണം. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ബിസ്മില്ലാ, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ. വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്, സ്വലാത്തും സലാമും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഉണ്ടാവട്ടെ. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നീ എനിക്ക് തുറന്നു നൽകുകയും ചെയ്യണമേ. ഈ ദുആ പല ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിൽ ഒന്ന് ഇമാം ഇബ്നു സുന്നി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വല്ലൈല എന്ന വിഖ്യാതമായ അദ്കാറിൻ്റെ ഗ്രന്ഥത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ മസ്ജിദ്, അള്ളാഹുവിൻ്റെ റസൂൽ മസ്ജിദിൽ കയറിയാൽ ഖാല, പ്രവാചകൻ പറയുമായിരുന്നു, ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ നിൻ്റെ സ്വലാത്ത് വർഷിക്കണമേ. പറയുന്ന ആര് തന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. കാരണം ആ ദിക്ർ എല്ലാവർക്കും ആമാണ്, നബി പോലും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, ഇബ്രാഹിമി സ്വലാത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മേൽ നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ അലാ മുഹമ്മദിൻ എന്നാണ്, മുഹമ്മദ് നബിയുടെ മേൽ. അതെന്തുകൊണ്ടാണ്? ദിക്ർ വഹിയാണ്. വഹിയിൽ വന്ന പദങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിരുന്നില്ല. നമുക്കും മാറ്റാൻ അധികാരമില്ല. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ഓതിയാൽ എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞത്, പാടില്ലാത്തതാണ്. കാരണം അത് പൂർണ്ണമായി ഓതുന്നതിൽ നന്മ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകനാണത് ആദ്യം ഓതി കേൾപ്പിക്കുക. അതുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുണ്ടാകട്ടെ എന്നും പ്രവാചകൻ പറഞ്ഞിരുന്നു. വ ഇദാ ഖറജ, നബി പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴോ ഇടതുകാൽ വെച്ച് ഒരു റിവായത്തിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഷിമാല് കൊണ്ട് പ്രവാചകൻ തുടങ്ങുകയും ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാ എന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിലുള്ള സ്വലാത്ത് ചോദിക്കലും പള്ളിയിലേക്ക് കയറിയാലുള്ള വലിയ ഒരു ദിക്റാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം.